പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. നമ്മുടെ കർത്താവായ യേശുമിശിഹായുടെ കൃപയും യേശുമിശിഹായുടെ സ്നേഹവും നമ്മുടെ കുടുംബങ്ങളിലും മാതാപിതാക്കളിലും ഭാര്യ ഭർത്താക്കന്മാരിലും വന്ന് നിറയണമേന്നും തിന്മയുടെ അന്ധകാര പശ്ചാശക്തികളെല്ലാം ഈ വചനം കേട്ട് കുടുംബത്തിൽ നിന്ന് ഇറങ്ങിപ്പോകുവാൻ വചനം പാഞ്ഞു വരണമെന്ന് പിതാവിൻ്റെ പുത്രനായ യേശു അപ്പൻ്റെ അമ്മയുടെ വിമല ഹൃദയം വഴി ഓരോ മകനെയും മകളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ ആരാധന. ഇന്ന് നമ്മൾ ശ്രവിക്കുന്ന വചനം 1 രാജാക്കന്മാർ 12-ാം അധ്യായം 1 മുതൽ 17 വരെയുള്ള തിരുവചനം. വചനം ശ്രവിക്കാം. 1-ാം വാക്യം. ജെറോബാവ അവിടെ വന്നു. ഹല്ലേലൂയ. ജെറോബാവ അവിടെ വന്ന് ഒരു കസേര അവന് കിട്ടിക്കഴിഞ്ഞപ്പോൾ അവൻ്റെ സ്വഭാവം മൊത്തം മാറിയിരുന്നു. നമ്മൾ ധ്യാനിക്കുന്നത് ഈ വചനമായിരിക്കും. ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ ആരാധന. നബാത്തി പുത്രനായ ജെറോബാവ ഇത് കേട്ട ഉടനെ ഈജിപ്തിൽ നിന്നും മടങ്ങിയെത്തി. അതായത് ജെറോബാവ ഒരു അധികാരം ഏറ്റെടുക്കാൻ കഴിയും. അപ്പോൾ അവൻ ഈജിപ്തിൽ നിന്നും നേരെ ഇസ്രായേൽ ദേശത്തേക്ക് കടന്നു വരികയാണ്. ഹല്ലേലൂയ. അങ്ങനെ നമുക്കറിയാം, അധികാരം കിട്ടിക്കഴിയുമ്പോൾ ഭരിക്കാൻ അറിയാൻ പാടില്ലാത്തവർക്ക് ഭയങ്കര സന്തോഷവും അട്ടഹാസവും ആയിരിക്കും. അതുപോലെ ഒരുവനാണ് ഇപ്പോൾ ഇവിടെ കടന്നു വന്നിട്ട് അവൻ പറയണ ഓരോ വാക്കുകളും മനുഷ്യനെ ദേഷ്യം പിടിപ്പിക്കുന്ന മാതിരിയുള്ള സംസാരമാണ്. ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ ആരാധന. സോളമൻ രാജാവിൽ നിന്നും ഒളിച്ചോടിയ അവൻ ഇതുവരെ ഈജിപ്തിലായിരുന്നു. സോളമനെ പേടിച്ച് ഭയന്ന് ഒളിച്ചോടിയ ജെറോബാവ ഈജിപ്തിലായിരുന്നു. അവൻ്റെ കാലശേഷം ജെറോബാവ ഇസ്രായേലിലേക്ക് തിരിച്ചു വരെയും. ഹല്ലേലൂയ. ഇസ്രായേൽ ജനം അവനെ ആളയച്ചു വരുത്തി. ജെറോബാവയെ ആളയച്ചു വരുത്തി. ജെറോബാവും ഇസ്രായേൽ ജനവും റഹോബാവിൻ്റെ അടുത്ത് വന്നു. അങ്ങനെ ജെറോബാവിനെ രാജാവാക്കാൻ പോവുകയാണ് ജനം എല്ലാം. കാരണം അവരുടെ ഒരു അധികാരി സുഖമില്ലാണ്ട് കിടപ്പായി പോയി, നഷ്ടപ്പെട്ടു പോയപ്പോൾ ഇവനെയാണ് ആക്കാൻ പോകുന്നത്. ഹല്ലേലൂയ. യേശുവേ നന്ദി. റഹോബാവിൻ്റെ അടുത്ത് വന്ന് പറഞ്ഞു, അങ്ങയുടെ പിതാവ് ഞങ്ങളുടെ മേൽ വച്ചത് ഭാരമേറിയ സുഖമാണ്. ജെറോബാവിൻ്റെ അടുക്കൽ ജനം വന്ന് പറയണം, അങ്ങയുടെ പിതാവ്, ഇവൻ്റെ അപ്പനായിരുന്നു ഭരിച്ചിരുന്നത്, അത് വെച്ചത് വലിയ ഭാരമുള്ള ഒരു ജീവിതമായിരുന്നു ഞങ്ങൾക്ക് എല്ലാവർക്കും ഉണ്ടായിരുന്നത്. ഇപ്പൊ മകനാണ് വന്നാക്കുന്നത് ഭരിക്കാനായിട്ട്. ഹല്ലേലൂയ. ഞങ്ങളുടെ ജോലിയുടെ കാഠിന്യവും അവൻ വെച്ച് മുഖത്തിന്റെ ഭാരവും അങ്ങ് ലഘൂകരിക്കണമേ. ജെറോബാവയോട് ഇസ്രായേൽ ജനം പറയണ്, ഞങ്ങളുടെ ജോലിയുടെയും കഠിനാധ്വാനവും അവൻ വെച്ച മുഖവും ഞങ്ങൾക്ക് നുഖവും ഭാരവും അങ്ങ് ലഘൂകരിക്കണമേ, കുറച്ചു തരണമേ എന്ന് ജെറോബാവന്റെ മകനോട് പറയണം എന്ന് അവർ പറഞ്ഞു. ഞങ്ങൾ ഇപ്പോൾ പോകുവിൻ, നിങ്ങൾ ഇപ്പോൾ പോകുവിൻ, 3 ദിവസം കഴിഞ്ഞ് വരുവിൻ. ജെറോബാവ ജനത്തോട് പറയണ്, നിങ്ങൾ ഇപ്പോൾ സമാധാനത്തോടെ പൊയ്ക്കൊള്ളുക, 3 ദിവസം കഴിഞ്ഞ് നിങ്ങൾ എൻ്റെ അടുക്കൽ വരുവിൻ, ഞാൻ അതിന് ഉത്തരം പറയാം. ജനം മടങ്ങിപ്പോയി. 6-ാം വാക്യം. റഹോബാവ തൻ്റെ പിതാവായ സോളമൻ രാജാവിൻ്റെ വൃദ്ധരായ ഉപദേശകന്മാരുടെ ആലോചിച്ചു. കുറെ പ്രായം ചെന്ന, ഏത് നാട്ടിലുണ്ടാവില്ലല്ലോ, കുറെ പ്രായം ചെന്ന നാട്ടുകാർ
ജനങ്ങൾ അവരോട് ആലോചന ചെയ്യും, ഞാൻ എന്താണ് ചെയ്യേണ്ടത്, നിങ്ങൾക്ക് എന്ത് ചെയ്തു തരണം, എന്താണ്. അപ്പോൾ അവനാണ് പേരെടുത്തത് കസേര. ഹല്ലേലൂയ. ജനത്തിന് എന്തൊരു ഉത്തരം നൽകണമെന്നാണ് നിങ്ങളുടെ അഭിപ്രായം? അവിടെ കുറെ കാരണന്മാരും അവരൊക്കെ ഉണ്ടാവും. അപ്പൊ ഞാൻ ആദ്യമായിട്ടാണ് കസേര കയറിയിരിക്കുന്നത്. അപ്പൊ ഞാൻ എന്ത് ഉത്തരമാണ് ഇവർക്ക് പറയേണ്ടത്, എന്താണ് ഞാൻ ചെയ്യേണ്ടതെന്ന് ആ നാട്ടിലെ മുതിർന്നവന്മാരോട് ജെറോബോവ അഭിപ്രായം ചോദിച്ചു. അവൻ ചോദിക്കുന്നത് എന്താണ് പറയേണ്ടതെന്ന് അഭിപ്രായം. അവർ പറഞ്ഞു, അങ്ങ് അവർക്ക് വഴങ്ങി അവരെ സേവിക്കുകയും, അവർ പറയുന്നത് അങ്ങ് ജനത്തിന് മുഴുവൻ വണങ്ങി അവരെ സ്നേഹിക്കുകയും അവർക്ക് വേണ്ട കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുക്കുകയൊക്കെ ചെയ്ത് ഇങ്ങനെ പോകാമെന്ന് ജനം പറയുന്നു. അവർക്ക് ദയാപൂർവം മറുപടി നൽകുകയും ചെയ്താൽ അവർ എന്നും അങ്ങയുടെ ദാസന്മാരിൽ ഒരുവനായിരിക്കും. അങ്ങ് നല്ല വാക്ക് പറഞ്ഞ് നല്ല ഭരണം കാഴ്ചവെച്ചാൽ ഈ ജനം മുഴുവൻ അങ്ങയെ അനുഗ്രഹിക്കും, അങ്ങയെ വണങ്ങും, അങ്ങേക്ക് നല്ല അഭിപ്രായം ഉണ്ടാകുമെന്ന് ജനം ഒന്നടങ്കം പറഞ്ഞു. ഹല്ലേലൂയ. 8-ാം വാക്യം. മുതിർന്നവരുടെ ഉപദേശം നിരസിച്ച് അവൻ ഇത് കേട്ട ഉടനെ അവനെ അത് സൂചിച്ചില്ല. കാരണം അവൻ ചെത്തി നടക്കണ പയ്യന ജെറോബാബ. അത് അവന് ഈജിപ്തിലായിരുന്നു. അപ്പൊ അവനാണ് ഇപ്പോൾ വന്നപ്പോൾ അവനെ കിട്ടിയപ്പോൾ അവൻ്റെ അപ്പനായിരുന്നല്ലോ. അപ്പൊ അവന് ഭയങ്കര ഉഷാറായി. ഈ കിളവന്മാരുടെ മരുന്നാട്ടുകാരുടെ വാക്ക് കേൾക്കണമെന്ന് എന്ന് പറഞ്ഞിട്ട് ഇവൻ പഠിച്ച ചില പോക്രി കൂട്ടുകാരുണ്ട്, അത് എവിടെ ഉണ്ടാവുമല്ലോ അല്ലേ, അവര് പറയണ വാക്ക് ഇവൻ കേൾക്കാൻ തുടങ്ങി. ഹല്ലേലൂയ. എന്താണെന്ന് നോക്കേ. നിരസിച്ച് അവൻ തന്നോടൊത്ത് വളർന്ന യുവാക്കന്മാരോട് ആലോചിച്ചു. അവന്റെ കൂടെ നടന്ന ഫ്രണ്ട്സ്, കൂട്ടുകാരി, അവരെ വിളിച്ചിട്ട് അവരോട് ചോദിച്ചു, നമ്മൾ എന്താണ് ഇവന് ചെയ്യുന്നത്? അവരെന്തായിരിക്കും പറയണത്? ചെറുപ്പക്കാര്, പിള്ളേര് അല്ലെ, ചെത്തി നടക്കണവന്മാരാണ്. അവന്മാരോട് ചോദിക്കുന്നത് ഇവനും അങ്ങനെ നടന്നാണല്ലോ. അപ്പൊ ഇവനും അവരും കൂടി ആലോചിച്ച് മറ്റുള്ളവരുടെ കാരണന്മാരുടെ വാക്കൊന്നും കേൾക്കാണ്ട് ഇവൻ അവരോട് ആലോചിച്ചു. 9-ാം വാക്യം. അവൻ അവരോട് ചോദിച്ചു, അങ്ങയുടെ പിതാവ് ഞങ്ങളുടെ മേൽ വെച്ച നുകം ലഘൂകരിക്കുക. അവരോട് പറയണം, അങ്ങയുടെ പിതാവ് ഞങ്ങളുടെ മേൽ വെച്ച ഈ നടപ്പുകളെല്ലാം ഒന്ന് കുറച്ച് ലഘൂകരിച്ചു തരണം എന്ന് പറയുന്ന ഈ ജനത്തിന് എന്ത് മറുപടി നൽകണമാണ് നിങ്ങളുടെ അഭിപ്രായം? ആ ജനം മുഴുവൻ പറഞ്ഞത് അത്ര കൃത്യമായിരുന്നല്ലേ. വളരെ കഷ്ടപ്പാടാണ്, ബുദ്ധിമുട്ടാണ്, ഞങ്ങൾക്കൊന്നും നല്ല കാര്യങ്ങൾ ചെയ്തു തരണമെന്ന് ആ നാട്ടിലെ മുതിർന്നവന്മാര് പറഞ്ഞു. അപ്പൊ ഇവന്റെ കൂട്ടുകാരെ വിളിച്ചിട്ട് ചോദിക്കുന്നത്, അവർ പറയണത് എന്താ? അവര് പറഞ്ഞത്, അവൻ അവരോട് ചോദിച്ചു, അങ്ങയുടെ പിതാവ് ഞങ്ങളുടെ മേൽ വെച്ച നുകം ലഘൂകരിക്കുക എന്ന് പറയുന്ന ഈ ജനത്തിന് എന്ത് മറുപടി നൽകണമെന്നാണ് നിങ്ങളുടെ അഭിപ്രായം? അവന്റെ കൂട്ടുകാരോട് ചോദിക്കണം. അടിച്ചു പൊളിച്ച് നടക്കണ കൂട്ടുകാരന്മാരോട് ഭരണം എങ്ങനെയാണ് നടത്തുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ അവരെന്തായിരിക്കും പറയണത്? അതാണ് ഇനി അടുത്തത് ഭയങ്കര. അവന്റെ കൂട്ടുകാരെ ഒത്ത് അവന്റെ ശൈലിയിലുള്ളവരെ വിളിച്ച് അവൻ മുന്നോട്ട് പോകാൻ പോയാണ്. 10-ാം വാക്യം. അവനോടൊപ്പം വളർന്നു വന്ന ആ യുവാക്കൾ പറഞ്ഞു, അവനോടൊപ്പം അവന്റെ പ്രായത്തിലുള്ള കൂട്ടുകാരി, അവരെല്ലാവരും കൂടി അവിടെ കമ്പനി കൂടി. ചിലപ്പോൾ വെള്ളടിയൊക്കെ ഉണ്ടാവും, പലതും ഉണ്ടാവുമല്ലോ, അങ്ങനത്തെയുള്ള ടീം. അപ്പൊ അവര് പറഞ്ഞു, അങ്ങയുടെ പിതാവ് ഞങ്ങളുടെ നഖത്തിന്റെ ഭാരം കൂട്ടി. അങ്ങയുടെ പിതാവ്, ആരുടെ? ജെറോബാവിന്റെ പിതാവ് ഞങ്ങളുടെ ഭാരം കൂട്ടി, അങ്ങ് അത് കുറച്ചു തരണം എന്ന് പറഞ്ഞു ഈ ജനത്തോട് പറയുക. അപ്പൊ ഈ ജനം പറഞ്ഞു, അങ്ങയുടെ പിതാവ് ഞങ്ങളുടെ ഭാരം കൂട്ടി, അങ്ങ് അത് കുറച്ചു തരണം എന്ന് പറഞ്ഞു. അങ്ങ് അത് കുറച്ചു തരണമെന്ന് ആ നാട്ടിലെ ജനം ജെറോബാവയോട് പറഞ്ഞപ്പോ ജെറോബാവ അത് തള്ളിക്കളഞ്ഞു.
എന്നിട്ട് അവൻ പോയിട്ട് അവൻ്റെ ഫ്രണ്ട്സിനെ, അവൻ്റെ കൂട്ടുകാരെ വിളിച്ചിട്ട് അവരോട് അഭിപ്രായം ചോദിക്കുന്നു, ഞാൻ എന്താണ് പറയേണ്ടത്. ഈ ജനത്തോട് അവർ പറയുന്നു, ഈ ജനത്തോട് പറയുക, എൻ്റെ ചെറുവിരൽ എൻ്റെ പിതാവിൻ്റെ അരക്കെട്ടിനേക്കാൾ മുഴുപ്പുള്ളതാണ്. നോക്കി, ആ കൂട്ടുകാരി ഈ ജലഭാവനോട് പറയാം, എൻ്റെ അപ്പനേക്കാളും അരക്കെട്ടിനേക്കാളും മുഴുപ്പുള്ളതാണ് എൻ്റെ തള്ളവിരൽ. എങ്ങനെയുണ്ട് അവർ പറഞ്ഞു കൊടുക്കലും ഇവനോട്, നീ ഇങ്ങനെ പറ. 11-ാം വാക്യം. എന്നിട്ട് വീണ്ടും പറയുന്നു 11-ാം വാക്യത്തിൽ, അവൻ ഭാരമുള്ള നുകം നിങ്ങളുടെ മേൽ വെച്ചു. എൻ്റെ അപ്പൻ്റെയാണ് പറയണത്. അവൻ ഭാരമുള്ള നുകം നിങ്ങളുടെ മേൽ വെച്ചു. ശരി തന്നെ, ഞാൻ അതിൻ്റെ ഭാരം കൂട്ടും. ഇവൻ വന്നിട്ട് ഈ ആദ്യം പറഞ്ഞ പ്രായം ചെന്നവരോടടുത്ത് ഭരിക്കേണ്ട കാര്യങ്ങൾ പറഞ്ഞപ്പോൾ ഇവൻ അവരോട് പറയുന്നു, ഞാൻ അതിൻ്റെ ഭാരം കൂട്ടും. അവൻ നിങ്ങളെ ചാട്ട കൊണ്ടടിച്ചു. യഹോവയ്ക്ക് മുമ്പ് ഭരിച്ചിരുന്നവർ നിങ്ങളെ ചാട്ട കൊണ്ടടിച്ചു. എന്നാൽ ഇവനെന്താ ചെയ്യാൻ പോണെന്ന് നോക്കിയോട്ടോ, എന്താണ് അവൻ്റെ വാക്ക് നോക്കി. ചാട്ട കൊണ്ടടിച്ചു, ഞാൻ മുൾ ചാട്ട കൊണ്ടടിക്കും. എന്തൊരു വാക്കാന്ന് നോക്കി. അപ്പൻ ചാട്ട കൊണ്ടല്ലേ അടിച്ചോളൂ, ഞാൻ നിങ്ങളെ മുൾ ചാട്ട കൊണ്ടടിക്കും. ഒരു ഭരണ കസേരയിലേക്ക് കയറിയിരുന്നുണ്ട് ഭരിക്കാൻ പോണവരാണ് ഈ പറഞ്ഞത്. 12-ാം വാക്യം. രാജാവിന്റെ നിർദ്ദേശം അനുസരിച്ച് ജെറബായും ജനവും 3 ദിവസം റഹോബാവിന്റെ അടുക്കൽ വന്നു. 3-ാം ദിവസം ജനവും എല്ലാവരും കൂടി വീണ്ടും ഇവന്റെ അടുക്കൽ വന്നേക്കാണ്. 13-ാം വാക്യം. മുതിർന്നവർ നൽകിയ ഉപദേശം അവഗണിച്ചു. ആദ്യം മുതിർന്നവർ ഇവനെ വിളിച്ച് അപേക്ഷിച്ച് ഇങ്ങനെയൊക്കെ ചെയ്യും, ഞങ്ങൾ പാവങ്ങളാണ്, എന്തെങ്കിലുമൊക്കെ ഒന്ന് കുറച്ച് തന്ന് ഞങ്ങളെ പോറ്റിക്കുക, നിന്നെ ഞങ്ങൾ പൊക്കിക്കൊണ്ട് നടന്നോളാം എന്നൊക്കെ പറഞ്ഞപ്പോ അതവൻ സ്വീകരിച്ചില്ല. അതാണ് 13-ാം വാക്യം. മുതിർന്നവർ നൽകിയ ഉപദേശം അവൻ അവഗണിച്ചു. രാജാവ് ജനത്തോട് സംസാരിച്ചു. യുവാക്കളുടെ ഉപദേശമനുസരിച്ച് അവൻ പറഞ്ഞു. അവൻ്റെ കൂട്ടുകാരുടെ വാക്ക് കേട്ടിട്ട് അവനിങ്ങനെ ഇറങ്ങി വന്നിട്ട് ജനത്തോട് പറയും, എൻ്റെ പിതാവ് നിങ്ങളുടെ മേൽ ഭാരമുള്ള നുകം വച്ചു, ഞാൻ അതിൻ്റെ ഭാരം കൂട്ടും. എൻ്റെ പിതാവ് നിങ്ങളെ ചാട്ട കൊണ്ടടിച്ചു, ഞാൻ നിങ്ങളെ മുൾ ചാട്ട കൊണ്ടടിക്കും. വാലും തലയും ഇല്ലാത്ത മാതിരി ജനത്തിനെ അങ്ങോട്ട് എന്താ പറയാ എതിർക്കുന്നത്. പിതാവ് ചാട്ട കൊണ്ടടിച്ചോളൂ, ഞാൻ നിങ്ങളെ മുൾ ചാട്ട കൊണ്ടടിക്കും, ഞങ്ങൾക്ക് ഒന്നും തരില്ല, ഒരു സാധനം നിങ്ങൾ എൻ്റെ അടിമയായിട്ട് കിടന്നോളാം പറഞ്ഞിട്ട് തുള്ളിച്ചാടിയിരുന്ന് ആലോചിച്ച് നോക്കി. 15-ാം വാക്യം. രാജാവ് ജനത്തിന്റെ അപേക്ഷ കേട്ടില്ല. ആ നാട്ടിലെ ജനത്തിന്റെ ഒരപേക്ഷയും ഓരും തരില്ലെന്നൊക്കെ പറഞ്ഞ് അവനെ എതിർത്ത് നിൽക്കുകയാണ്. അവന്റെ കൂട്ടുകാർ, അവന്റെ പ്രായത്തിലുള്ളവന്മാര് എന്താണ് പറയണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് മാത്രമേ ചെയ്യുള്ളൂ. ഹല്ലേലൂയ, ഹല്ലേലൂയ. നെബാത്തിന്റെ മകനായ ജെറോബാവനോട് ശിലാഹിയായ അഹിയെ മുഖേന ദൈവമായ കർത്താവ് അരുളി ചെയ്തു, നിറവേറുന്നതിനാണ് ഇപ്രകാരം സംഭവിക്കുവാൻ അവിടുന്ന് ഇടയാക്കിയത്. 15-ാം വാക്യം. രാജാവ് ജനത്തിന്റെ അപേക്ഷ കേട്ടില്ല. നെബാത്തിന്റെ മകനായ ജെറോബാവിനോട് അഹിയ മുഖേന, അവന്റെ കൂട്ടുകാർ മുഖേന ദൈവമായ കർത്താവ് അരുളി ചെയ്തു, നിറവേറുന്നതിനെയാണ് ഇപ്രകാരം സംഭവിക്കാൻ അവിടുന്ന് ഇടയാക്കിയത്. 16-ാം വാക്യം. രാജാവ്
രാജാവ് താങ്കളുടെ അപേക്ഷ സ്വീകരിച്ചില്ല എന്ന് കണ്ട് ജനം പറഞ്ഞു. യെരോബോവാം രാജാവ് ജനത്തിന്റെ അപേക്ഷ സ്വീകരിക്കാതെ ജനം ഒന്നടങ്കം കൂടി നിന്നിട്ട് പറഞ്ഞു, ഹല്ലേലൂയ, ജസ്സയുടെ പുത്രനിൽ ഞങ്ങൾക്കെന്ത് അവകാശം? ഇവന് ഈ യെരോബോവാമിക്ക് ഞങ്ങൾക്ക് എന്ത് അവകാശം? അവരെ ഇടഞ്ഞ്, ജനം കൂടെ ഇടഞ്ഞപ്പോ തന്നെ ഇസ്രായേലിലെ കുടുംബങ്ങളിലേക്ക് മടങ്ങുക, ദാവീദും നീയും നിന്റെ കുടുംബവും നോക്കിക്കൊള്ളുക. അവരടഞ്ഞ് ഇവനും ഇവന്റെ കുടുംബമായിട്ട് നമുക്ക് എന്ത് ബന്ധം? നീ പോയി പണി നോക്കാൻ പറഞ്ഞ് ജനം ഒന്നടങ്കം അടഞ്ഞ് അവിടെ പൊട്ടി തകർന്ന് യുദ്ധമായി അവിടെ ഭയങ്കര ലളിയ. അനന്തരം ഇസ്രായേൽ ജനം താങ്കളുടെ കൂടാരങ്ങളിലേക്ക് മടങ്ങി. അവൻ സമ്മതിക്കുമോ? ജനം ഒരിക്കലും അവന്റെ കൂട്ടുകാർ വന്നിട്ട് ഇങ്ങനെ മുടിച്ചാട്ടം കൊണ്ട് അടിക്കും, തള്ളവരുടെ മുഴുപ്പാണെന്നൊക്കെ പറഞ്ഞ് അവരങ്ങോട്ട് ചൂടേറ്റി വിടുന്നു. ജനം ഒന്നടങ്കം അങ്ങനെ അടഞ്ഞ്, നിന്റെ കുടുംബം ഞങ്ങളായിട്ട് ഞങ്ങൾക്ക് എന്ത് ബന്ധം? നീ പോയി പണി നോക്കാൻ പറഞ്ഞ് അവരെല്ലാവരും ഇസ്രായേൽ ഭവനങ്ങളിലേക്ക് മടങ്ങിപ്പോയി. ഹല്ലേലൂയ, യേശുവേ നന്ദി, യേശുവേ ആരാധന. അടുത്ത വചനം കേട്ടോ. അനന്തരം ഇസ്രായേൽ ജനം താങ്കളുടെ കുടുംബങ്ങളിലേക്ക് മടങ്ങിപ്പോയി. റഹോബോവാം 17-ാം വാക്യം. റഹോബോവാം യുദ്ധനഗരങ്ങളിൽ വസിച്ചിരുന്നു. റഹോബോവാം യുദ്ധനഗരങ്ങളിൽ വസിച്ചിരുന്നു. ഇസ്രായേൽ ജനത്തിന്റെ മേൽ വീഴ്ച നടത്തി. അവൻ അടിമവേലകളുടെ മേൽ നോട്ടക്കാരനായി അതേ ഇസ്രായേലിലേക്ക് അയച്ചു. അടിമവേല ചെയ്യാനായിട്ട് എല്ലാത്തിനും അവിടെ വലിയ പ്രശ്നമായി. യേശുവേ നന്ദി, യേശുവേ ആരാധന. ദൈവകൃപ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് ഞങ്ങളോട് കൂടെ സ്ത്രീകളിൽ അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു. അങ്ങയുടെ ദുരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനുടെ യേശുവിന്റെ ആമേ. ഓ പരിശുദ്ധമ്മേ, യേശുവിന്റെ അമ്മേ, അമ്മയുടെ മണവാളനായ പരിശുദ്ധാത്മാവ് ഞങ്ങളുടെ ഓരോരുത്തരുടെ മേൽ വന്നിറങ്ങി ഞങ്ങൾക്ക് ജ്ഞാനവും ബുദ്ധിയും അറിവും തരണമേയെന്നും കർത്താവിൻ്റെ വചനത്തിലൂടെ ഞങ്ങളെ വഴി നടത്തണമേയെന്നും അമ്മേ പരിശുദ്ധമ്മേ അമ്മയോട് പ്രാർത്ഥിച്ചുകൊണ്ട് പിതാവിൻ്റെയും പുത്രൻ്റെയും വിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആവേ മരിയ. പ്രൈസ് ദി ലോർഡ്. ാനന്ദ നിർവൃത്തി തിരുവോസ്തിയാകാൻ പൊടിഞ്ഞിടുമ്പോൾ, ഗോതമ്പുമണികൾക്കാനന്ദ നിർവൃത്തി തിരുവോസ്തിയാകാൻ പൊടിഞ്ഞിടുമ്പോൾ, ഗോതമ്പു തുണ്ടും ആരാധ്യപാത്രം കുർബാനയായി വാഴ്ത്തപ്പെടും. തുണ്ടും ആരാധ്യപാത്രം കുർബാനയായി വാഴ്ത്തപ്പെടുമ്പോൾ, ദൈവം ഒരുക്കിയ സ്നേഹം വിളമ്പിടും നേരം കുർബാനയായിടും മനുഷ്യനെ കാണും. ദൈവം ഒരുക്കിയ സ്നേഹം വിളമ്പിടും നേരം കുർബാനയായിടും മനുഷ്യനെ കാണും.
ത്യാഗമേറ്റാലും പാഴ്മുളം തണ്ടും സ്തുതിഗീതം പാടും. ചങ്കുതുളയും ത്യാഗമേറ്റാലും നോവു നൽകിയ നന്മകളോർക്കവേ നോവിച്ച മനുഷ്യനെ നമിച്ചിടാം. നോവു നൽകിയ നന്മകളോർക്കവേ നോവിച്ച മനുഷ്യനെ നമിച്ചിടാം. ദൈവം ഒരുക്കിയ സ്നേഹം വിളമ്പിടും നേരം കുർബാനയായിടും ജീവിതം കാണും. ദൈവം ഒരുക്കിയ സ്നേഹം വിളമ്പിടും നേരം കുർബാനയായിടും ജീവിതം കാണും. കൂടെ നടന്നവൻ കുർബാനയാണെന്ന് കണ്ടറിയാനെന്തേ വൈകിയിത്ര. കുപ്പയിൽ കണ്ടത് മാണിക്യമാണെന്ന് മനസ്സിലാക്കാനെന്തേ മടിച്ചതിത്ര. ദൈവം ഒരുക്കിയ സ്നേഹം വിളമ്പിടും നേരം കുർബാനയായിടും സൃഷ്ടിയെ കാണും. ദൈവം ഒരുക്കിയ സ്നേഹം വിളമ്പിയ സ്നേഹം കുർബാനയായിതാ ദൈവത്തിൻ സ്നേഹം. ദൈവം ഒരുക്കിയ സ്നേഹം വിളമ്പിടും നേരം കുർബാനയായിടും സൃഷ്ടിയെ കാണും. ദൈവം ഒരുക്കിയ സ്നേഹം വിളമ്പിയ സ്നേഹം